ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പണ്ടത്തെ പോലെ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ പ്രതികരിക്കില്ലെന്ന് കരുതരുത്. പണ്ട് നിങ്ങളുടെയൊക്കെ മുന്നിൽ തലകുനിച്ചു നിന്ന രാധികയല്ല ഞാൻ. അടിച്ചാ തിരിച്ചടിക്കാനും എനിക്കറിയാം. കേട്ടോ ചെറിയമ്മേ, ഞാൻ പറയുന്നത് നിങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ കൂടി എന്റെ നേരെ കൈ ഓങ്ങി നോക്ക്. ദേ, ഇത്രയും നാളത്തെ കണക്കുകളെല്ലാം തീർത്ത് ചെറിയമ്മയ്ക്ക് ഞാൻ മറുപടി തരും. എന്താ ഏട്ടത്തി, ചെറിയമ്മയ്ക്ക് പറ്റാത്തത് ഏട്ടത്തിക്ക് പറ്റണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഏട്ടത്തി ഈ അനുജത്തിയുടെ ഒപ്പം പിടിച്ചു നിൽക്കണം. ഇത്രയും കാലം മറ്റുള്ളവരുടെ ഭീഷണി കേട്ട് ജീവിതം എന്താണെന്ന് മറന്നുപോയവളാ ഞാൻ. ഇപ്പോ ജീവിക്കാനാ എന്റെ തീരുമാനം. അതിന് ആര് തടസ്സം നിന്നാലും ആ തടസ്സം എങ്ങനെ നീക്കണമെന്ന് ഈ രാധികയ്ക്കറിയാം. രാധികേ, തന്നെ കൊണ്ട് ഇത്രയൊക്കെ പറയിപ്പിക്കാൻ ഇവരെ കൊണ്ടായെങ്കിൽ ഞാൻ ഇവരോടാ കൺഗ്രാറ്റ്സ് പറയേണ്ടത്. എന്താ ഉർവശി, മോളുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയ നീ അടങ്ങൂ? ഇതിനെയാ എരന്ന് വാങ്ങിക്കാന്ന് പറയുന്നത്. ഇത് തുടക്കം മാത്രമാ, ഇനി ഇവിടുന്ന് അങ്ങോട്ടെ കിട്ടിക്കോളും. എന്താടോ ഇത്? പിന്നല്ലാതെ, മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്നതിനൊരു അതിരില്ലേ? ചെറിയച്ഛനെ പോലീസ് കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം ഞാൻ പറയണമെന്ന് വെച്ചാ അതെങ്ങനെയാ ശരിയാവാ? എന്തായാലും നന്നായി മോളെ, ഇനി എല്ലാവരെയും നിന്നെ സൂക്ഷിച്ചോളൂ. ഇനി ഞാനും സൂക്ഷിക്കേണ്ടി വരുമോ മുത്തശ്ശി? നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിലേ നീയും ശ്രദ്ധിക്കേണ്ടി വരും, അല്ലേ മോളെ? ആ